ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് ചെറിയൊരു ചിറ്റാറ്റ് വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് വലിയ ടോപ്പിക്കും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഫൈനലി ഗൈസ് തന്നെ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുകയാണ്. എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നത് ജോബായോ നമ്മുടെ ചാനലിലല്ല കേട്ടോ, അല്ലാണ്ട് ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ. അപ്പോൾ എനിക്ക് ജോലി ആയിട്ടില്ല, ജോബായിട്ടില്ല, എന്തെന്നാലും ജോലി വിളിക്കുന്നത്. ഞാൻ വെയിറ്റിംഗ് ആണ്. ഇന്റർവ്യൂ കോൾസ് ആദ്യമായിട്ട് വരുന്നൊന്നല്ല കേട്ടോ, ഇന്റർവ്യൂ മുന്നും വന്നിട്ടുണ്ട്. പക്ഷെ ദൂരം കാരണം ഞാൻ സ്കിപ്പ് ചെയ്താണ്. അത്രയും ദൂരം പോയിട്ട് ഇനി ജോലി കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട് കാരണം, പോകാനുള്ള മടി കാരണം, ഈ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അടുത്ത എവിടെയെങ്കിലും സെറ്റായി നല്ലതാണെന്ന് കരുതി. പിന്നെ ആമി ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവളുടെ കാര്യങ്ങളും നോക്കി തുടങ്ങണമല്ലോ. അങ്ങനെ അപ്പോൾ നമ്മൾ ചെറിയൊരു ചിറ്റാറ്റ് വീഡിയോ ആണ്. ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമുക്ക് പോകാനായിട്ട് കൊടയും അതെ ഫയലും അതുപോലെ ബാഗും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോയേ വേണ്ടു, റെഡി ആകണം. അതിന് മുന്നേ നമുക്ക് ഒരു സംഭവം ചെക്ക് ചെയ്യാം. ഒരു യമണ്ടൻ ബോക്സ് വന്നിട്ടുണ്ട്, ഒരു ജിമണ്ടൻ സാധനം. അതൊന്നും ജസ്റ്റ് പോയിട്ട് നോക്കിട്ട് വരാം. കണ്ടാ, ഇതുപോലെ വലിയൊരു ബോക്സാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാട്ടെ ഇതിൽ എന്തുള്ളതെന്ന്. അപ്പം എൻ്റെ കുറേ അല്ലറ ചില ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ ആവശ്യമില്ലാത്ത കുറച്ചുണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യമുള്ള കുറച്ച് കാണിച്ചു തരാം, നിങ്ങളെ കാണിക്കാനായിട്ടുള്ള ഐറ്റംസ്. മറ്റേ ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ വന്നിട്ടുള്ള കുറേ ഐറ്റംസുകളാണ്. ഇതൊന്നും നിങ്ങൾക്ക് കാണില്ല, വേറെ വീഡിയോയിൽ കാണിക്കാം. അതിൻ്റെ എനിക്ക് വേറൊരു ഉദ്ദേശമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം. കണ്ട, നിങ്ങൾ വിചാരിക്കണ്ടാവും ഇവിടെ എന്താ ആക്രിക്കട തുടങ്ങിയത്. ആക്രിയും കോക്രിയൊന്നും അല്ല കേട്ടോ. ഞാൻ കുറച്ച് നമുക്ക് അത്യാവശ്യത്തിന് ഞാൻ കാണിക്കാം. നമ്മുടെ ഹാൻഡ് ബാഗ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആകെ കേടായിരുന്നേ. നമ്മുടെ ഈ ഒരു ഇപ്പം ഈ റെയിനി സീസൺ ആയതുകൊണ്ട് ഒക്കെ ഇരുന്ന് ഇങ്ങനെ പൂക്കുക, അതിൻ്റെ ബാഗും അതിൻ്റെ സാധനങ്ങളും. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായത് ഈ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ബാഗ്, അത് കേടായിരുന്നെങ്കിൽ ഭയങ്കര വിഷമമായിട്ടോ. അപ്പം അതിൻ്റെ സ്റ്റോറേജിനായിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ബാഗും സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സംഭവങ്ങൾ. അപ്പം അതൊക്കെയാണത്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. എൻ്റെ ബാഗുകൾ കേടായത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പുതിയ ബാഗുകൾ വാങ്ങിയിട്ടുണ്ട്. അഥവാ എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ബാഗ് കേട്ടോ. ഇത് നല്ല ക്യൂട്ടായിട്ടില്ലേ. ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ, ജോലിക്കുന്നത് മാത്രമല്ല, നമുക്ക് വെറുതെ കാഷ്വലായിട്ട് പുറത്ത് പോകുമ്പോഴും ഷോപ്പിങ്ങിന് പോകുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വെറുതെ ഡ്രസ്സിൻ്റെ കൂടെ നല്ല ബ്ലാക്ക് ആകുമ്പോൾ എല്ലാത്തിൻ്റെ കൂടെ ഈ ഒരു ബാക്ക് പാക്ക് പോയിക്കോളും. ബ്ലാക്കും ഗോൾഡും വരുന്നുണ്ട്. ആ ഒരു പാറ്റേൺ ആണ്. സിപ്പൊക്കെ കണ്ട ഒരു ഗോൾഡൻ ടച്ചിൽ കൊടുത്തിട്ടുണ്ട്. നൈസാണ്, ഭയങ്കര സിമ്പിളാണ്. അതുപോലെ എല്ലാ ബാഗും ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇപ്പം എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതൊക്കെ 500 രൂപയിൽ താഴെ ഉള്ളൂ കേട്ടോ. ചിലത് 100 രൂപയ്ക്ക് താഴെയാന്ന് തോന്നുന്നുണ്ട്. 100 രൂപയോ 150 രൂപയ്ക്ക് താഴെയൊക്കെയുള്ള ബാഗുകളുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്യാനായിട്ട് ഡ്രസ്സിൻ്റെ കൂടെ. ഇപ്പോൾ ഇത് കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന് പറ്റുമെന്ന് തോന്നില്ല, പഠിക്കാൻ പോകുന്നവർക്ക് ഇത് പറ്റില്ല. കോളേജിൽ പോയിട്ട് വെറുതെ എന്താ പറയുക, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് പോകുന്നവർക്കൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകാം. പഠിക്കാനായിട്ട് പോകുന്നവർക്ക് ബുക്കും ആ ഭാരമൊന്നും താങ്ങാൻ ഈ ഒരു ബാഗിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വെറുതെ ഇപ്പോൾ ഇങ്ങനെ കോളേജിലോട്ട് വല്ല ഫംഗ്ഷൻ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊണ്ടുപോകാം. ഭയങ്കര റേറ്റ് കുറവാണ് ഇതിന്. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒന്നും കൂടി കിട്ടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഇതിങ്ങനെ ഒരു സംഭവം കിട്ടി. ഞാൻ ഇങ്ങനത്തെ നോക്കി വാങ്ങിയതാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് കോയിൻസും സംഭവങ്ങളൊക്കെ ഇടാനായിട്ട്, ചാവി, കോയിൻസ്, കാർഡ്സ് അങ്ങനത്തെ ഒക്കെ വെക്കാനുള്ള ഒരു ചെറിയ പേഴ്സും കൂടെ കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ ഇതിന് 300 എത്ര അങ്ങടെ വരുന്നുള്ളൂ റേറ്റ്. അപ്പം ഞാൻ അഥവാ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇട്ട് പോകാൻ, ജോലിക്ക് ഡെയിലി ഇട്ട് പോകാൻ വേണ്ടി വാങ്ങിയതാണ് ഇതൊരെണ്ണം. എൻ്റെ ഉള്ളൊരു ബാക്ക് ബാഗ് ആഡായി, സിബൊക്കെ കിട്ടും. പിന്നെ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ലേ, 100 എത്ര, അതായത് 100 രൂപയ്ക്ക് താഴെ, 150 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ല വൈറ്റ് കളറിലുള്ള എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ പോകുന്നത്, വൈറ്റും ബ്ലാക്കും ഒക്കെ. അങ്ങനത്തെ ഒരു സ്ലിംഗ് ബാഗ് ടൈപ്പാണ് കേട്ടത്. കണ്ടോ, ലുക്കില്ലേ കാണാനായിട്ട്. പക്ഷെ ഇത് കേടാകില്ല, ഒറ്റ വെതറിലും കേടാകാത്ത ടൈപ്പാണ് ഞാൻ ഇപ്രാവശ്യം നോക്കി വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അതായത് ഇത് കേട് വരില്ല, അങ്ങനെ പെട്ടെന്നൊന്നും ഇതിന് കേട് വരില്ല. ഈ ഒരു മെറ്റീരിയൽ വിലയും കുറവാണ്, പക്ഷെ കേടും വരില്ല. എൻ്റെ ബാഗ്സിൽ കുറേ കേട് വന്നിട്ടുള്ളത് നല്ല വിലയുള്ള ബാഗുകൾക്കാണ്. വില കുറവിൻ്റെ ബാഗുകളൊക്കെ നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാഗ് ഞാൻ പറയില്ല 150 രൂപയ്ക്ക് താഴെ കിട്ടും. ഇങ്ങനെ കുറേ എന്താ പറയുക, നീട്ടൊന്നുമില്ല, ജസ്റ്റ് അതിങ്ങനെ കണ്ടോ, ഗ്രീൻ്റെ കൂടി നല്ല ഭംഗിയിൽ പോകുന്നുണ്ട്. ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വാങ്ങിയ വേറൊരു ഹാൻഡ് ബാഗ്. ഇത് നമുക്ക് വർക്കിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാം.
ഓഫീസിൽ യൂസ് ചെയ്യാം, അല്ലാണ്ട് ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു പർപ്പസിനായിട്ട് ഞാൻ വാങ്ങിയതാണ്. ഈ ഒരു ബാഗ് കേട്ടോ. ഇതും നൈസാണ്. എനിക്കിത് വേഗം കാണിച്ചിട്ട് വേണമെങ്കിൽ ഒരുങ്ങാനായിട്ട്. ഞാൻ ജസ്റ്റ് വേഗം കാണിക്കാം. അപ്പോൾ വാങ്ങിയപ്പോൾ എനിക്കൊരു ഇതിന് ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. 300 എത്ര കടയിൽ ഇതിനും വരുന്നുള്ളൂ. 300-400 അതിൽ നമുക്ക് കുറേ കിട്ടുന്നുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇതിന് ഇതേ കണ്ടോ ഇങ്ങനെ ഒരു ഇത് കെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു ബോ പോലെ രസമുണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ കാണിച്ചു തരാം. ഇതിലൊരു ലോഡ് ഐറ്റംസ് ഉണ്ട്. അതായത് കണ്ട ഇങ്ങനത്തെ ഒരു പേഴ്സ് ഉണ്ട് കേട്ടോ. ഒരു പേഴ്സ് ഉണ്ട്. നമുക്കിപ്പോൾ കോയിൻസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് സിപ്പില്ല കേട്ടോ ഇതിന്. കണ്ടോ? അപ്പം ഇതൊരെണ്ണം നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. പിന്നെ വേറെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇതിങ്ങനത്തെ ഒരു പേഴ്സ് ഉണ്ട്. ഇതിൽ നമുക്ക് കാർഡ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ വെക്കാനായിട്ട് കണ്ടോ. ഇതിൽ നമുക്ക് എന്തെങ്കിലും കാർഡോ കാര്യങ്ങളോ ഒക്കെ ഇതിൽ വെക്കാം കേട്ടോ. ഇതിൽ വെച്ചിട്ട് നമുക്കത് ഇതിൽ വെക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടണത് ഇതാ ഇങ്ങനെ ഒരു സ്ലിംഗ് ബാഗ്. ഇത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഈ സ്ലിംഗ് ബാഗിൻ്റെ സ്ട്രാപ്പിന് കണ്ടോ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്ലിംഗ് ബാഗ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതും ഈ ഒരു റേറ്റിന് ഭയങ്കര വെർത്താണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ ക്ലൈമാറ്റിലൊന്നും അങ്ങനെ കേട് വരുന്ന ടൈപ്പ് മെറ്റീരിയൽ അല്ല. നമ്മുടെ ഓഫ്ലൈനായിട്ട് വാങ്ങുമ്പോണ്ടല്ലോ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടിയാണ്. ചിലപ്പോൾ ഒരു ഹാൻഡ് ബാഗ് മാത്രമേ കിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ സ്ലിംഗ് ബാഗ്, പേഴ്സ് എല്ലാം കൂടി കിട്ടണ ഒരു കോംബോ പോലെ ഒന്നും അധികം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇനി ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള സാധനം ഇതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട എനിക്ക് നോസ്റ്റ് വരുന്നു. എൻ്റെ കോളേജിലേക്ക് പോണ ടൈമിൽ ഞാൻ ഇങ്ങനത്തെ നോക്കി നടന്നിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് കിട്ടിയിരുന്നില്ല, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആമസോണിലൊന്നും. ഇത് ഒരു സെറ്റ് ഉണ്ട്. കണ്ടോ പല കളറിലുള്ളത്. ഇത് ഇപ്പം ഞാൻ എന്തിനാ വാങ്ങിയെന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡ് ബാഗ്സിലൊക്കെ നമ്മൾ ഇടയ്ക്ക് ലിപ്സ്റ്റിക്ക് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യണ സംഭവങ്ങൾ ഇടൂലേ. അപ്പോൾ മെയിനായിട്ട് ഞാനീ പറയുന്നത് ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്യാപ്പ് തുറന്നിട്ട് ചിലതിൻ്റെ ക്യാപ്പൊക്കെ ഇടായിട്ട് ബാഗിൻ്റെ ഉള്ളിലൊക്കെ ആകും. അതിൽ വേറെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, ക്യാഷ് ഇരിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ പേപ്പേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ആകും. അപ്പോൾ ഞാൻ കരുതി മേക്കപ്പ് കാര്യങ്ങൾ ഇങ്ങനത്തെ പേഴ്സുകളിൽ നമുക്ക് ചെയ്യാം. ഓരോന്നും തരം തിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് ഓരോ ഐറ്റംസ് ഇങ്ങനത്തെ പേഴ്സുകൾ ട്രാവൽ ചെയ്യുമ്പോഴും നല്ലതാണ് കേട്ടോ. ഇങ്ങനത്തെ ഇട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ബാഗിൽ വെക്കാലോ, നല്ലതാണ്. ട്രാൻസ്പെറൻ്റ് ആണ്, അതൊന്നും കാണുകയും ചെയ്യാൻ പറ്റിയ കൂടെ എന്തൊക്കെ ഇരിക്കണേ, ഇതിലെന്താ ഇരിക്കണം അപ്പോൾ കൂടെ ചിക്കി പരത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. സിപ്പും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ചെറിയൊരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നു. ഇതൊക്കെ ഞാൻ ഒറ്റവട്ടം നോക്കിയതാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ. ഇതൊരു ക്ലോത്ത് ബാഗാണ്. ക്ലോത്ത് ബാഗ് എന്ന് പറയുമ്പോഴും കണ്ടോ ഇപ്പോഴത്തെ ട്രെൻഡാണ്. ആർക്ക് ഗ്രീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ എൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ തെറ്റിപ്പോയി, കളർ മാറിയിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഗ്രീൻ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഗ്രീന് നല്ല കോംബോ പോകുന്നുണ്ട്, രസമുണ്ട് കാണാനായിട്ട്. എന്താ പറയുക, മോണോക്രോം കളേഴ്സ് അല്ലേ. ഇതൊരു പേസ്റ്റൽ ഗ്രീനാണ്. അപ്പം ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. നമുക്കിപ്പോൾ കോളേജിൽ പോയി സ്റ്റുഡൻസിനൊക്കെ ഇത് കൊണ്ടുപോകാം. ബുക്സും കാര്യങ്ങളും എല്ലാം വെക്കാൻ ഭയങ്കര സ്പേഷ്യസ് ആണ്. പക്ഷെ സിബ് വരുന്നില്ല. 3 കണ്ടോ സ്നാപ്പ് ബട്ടൺസ് ആണ് വരുന്നത്. ഓ സമയമായിട്ടാ, വേഗം പറയട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഒരുക്കം കഴിയില്ല. ഇനി ഒരുങ്ങാനുണ്ട്. ഇനി അടുത്തത് ഈ ഒരു ബാഗാണ്. ഇതും ക്ലോത്ത് ബാഗ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലെത്ര കവറുണ്ട്. ഓക്കെ, ഇതൊരു പ്രിന്റഡ് ടൈപ്പാണ്. ഫ്ലവർ പ്രിന്റ് ആണ് വരുന്നത്. കണ്ടാ ഇതിൽ 2 ഷോൾഡർ സ്ട്രാപ്പാണ് വരുന്നത്. 2 സൈഡിലായിട്ട് സിപ്പ് ഉണ്ട്. മറ്റേതിനേക്കാളും ഒന്നും കൂടെ സ്പേഷ്യസ് ആണ്. സിപ്പ് ഉണ്ട്, അതുകൊണ്ടൊന്ന് സെക്യൂർ ആയിട്ട് സാധനങ്ങൾ ഇതിലിരുന്നോളും. പിന്നെ വെള്ളം ഇറങ്ങുന്ന ടൈപ്പ് അല്ല, ഒരു സാറ്റിൻ. വെള്ളം ഇറങ്ങില്ല എന്ന് കംപ്ലീറ്റ്ലി ഒന്നും പറയാൻ പറ്റില്ല. ചെറിയൊരു സാറ്റിൻ മെറ്റീരിയലാണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്രിന്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞൊരു അറിയുണ്ടാവും കോയിൻസ് എന്തെങ്കിലുമൊക്കെ ഇടാനായിട്ട്. അപ്പം അത്രേ ഉള്ളൂ. ഇത് ഇട്ട് കഴിഞ്ഞാൽ രസം ഉണ്ടായിരിക്കും കാണാനായിട്ട്.
അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഒരുങ്ങാൻ നോക്കട്ടെ. നമ്മുടെ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞു, ബോക്സ് കാലിയായി. ഞാനിപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള കാരണം വേറെ ഒന്നുകൊണ്ടല്ല, കുറേ കാശുണ്ടായിട്ടൊന്നുമല്ല. ആമസോണിൽ നല്ല ഓഫ് നടക്കുന്നുണ്ട്, സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യത്തിന് കുറച്ച് സാധനങ്ങൾ വേണമെന്ന് തോന്നിയപ്പോൾ ഈ ഒരു ടൈമിൽ വാങ്ങിയതാണ് കേട്ടോ. മിനിമം എല്ലാ പ്രൊഡക്ട്സിനും 40% ഓഫ് ഉണ്ട്. എക്സ്ട്രാ 50% ഓഫും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചില ബ്രാൻഡ്സ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാട്ടെ, എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. നല്ല ഓഫിന് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, 100 രൂപ, 150 രൂപയ്ക്ക് താഴെ 325 രൂപയ്ക്കൊക്കെയാണ് ആ ബാഗ് കിട്ടിയത്. നമുക്ക് എങ്ങനെ പോയാലും ഇത്രയും സ്ലിംഗ് ബാഗും പേഴ്സും എല്ലാം കൂടി അങ്ങനെ കിട്ടില്ല, പുറത്ത് ഓഫ്ലൈനായിട്ട് കിട്ടാറില്ല. അപ്പോൾ നിങ്ങൾ വേണ്ടവർ വാങ്ങിക്കുക. ഞാൻ ലിങ്ക്സ്, ഈ വാങ്ങിയ ബാഗ്സിൻ്റെ ഒക്കെ ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ വേഗം എനിക്ക് ഒരുങ്ങണം, വാ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം. ഞാനിപ്പോൾ നമ്മുടെ കിച്ചണിലാണ് നിൽക്കുന്നത്. ഓരോ ഭാഗത്തും ഓരോ അളവിലാണ് വെളിച്ചം. എന്തായാലും ഇന്ന് ബാക്കി എനിക്ക് ലേറ്റ് വയ്ക്കേണ്ട ആവശ്യമില്ല, വെളിച്ചമുണ്ട്. ലേറ്റ് കൊണ്ട് നടക്കാമെന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടാണ്. നിറയെ നോക്കി ഒരുങ്ങാന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും ടാസ്ക്കാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ വെക്കാം. അത് ലിപ് ബാം എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ട്രൈക്കോണിൻ്റെ ലിപ് ബാം. ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് ഇതാണ്. നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്ത് ഡാർക്ക് അടിച്ചിരിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ്ലി ഒരു മന്തെങ്കിലും ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലൈറ്റനാകും ലിപ്സ്. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യല്ലേ, അതുകൊണ്ട് ഡാർക്ക് ആവും കേട്ടോ. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. കണ്ടോ, എൻ്റെ ഇത്രയും ട്രൈക്കോണിൻ്റെ ലിപ് ബാംസ് ഉണ്ട്. ഞാനിത് സ്റ്റോക്ക് വാങ്ങി വയ്ക്കും, പക്ഷേ ഇതിപ്പോൾ ഭയങ്കരമായിട്ട് റേറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിലൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്ന സമയത്തൊക്കെ ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു, ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോൾ കുറേ ആവശ്യക്കാരായപ്പോൾ റേറ്റ് കൂടിയിട്ടുണ്ട് അവർ. ഇനി നമുക്കൊന്ന് ചെയ്യാം. ഫേസിൽ മോയ്സ്ചറൈസിങ് ലോഷൻ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഞാൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ, ജസ്റ്റ് നമുക്കങ്ങനെ നേരില്ല. ലിപ്സ്റ്റിക്ക് ഞാൻ നേരത്തെ കുറച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡാർക്ക് അടിച്ചിരിക്കും എൻ്റെ ലിപ്സ് ഇതാണ്. ഞാൻ ഏതായാലും കെയറൊന്നും ചെയ്തില്ല. ഒന്നും മിററിൽ നോക്കേണ്ട അത്യാവശ്യമുണ്ട്, അല്ലെങ്കിൽ പിന്നെ വീണ്ടും കോളാവും. ഇത്രയൊക്കെ മതി. ഞാൻ ഇനി ഒരുങ്ങി കഴിഞ്ഞിട്ട് വരാം. ഹലോ, അപ്പോൾ നമ്മുടെ ഒരുക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതേ ബാഗൊക്കെ എടുത്തിട്ടു. ഇത്രയും ചെയ്തുള്ളൂ കേട്ടോ, വേറെ കാര്യമായിട്ടൊന്നും ഫേസിൽ ചെയ്തില്ല. ജസ്റ്റ് ഒന്ന് ഐബ്രോ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇയറിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞു. സിമ്പിളാകാന്ന് കരുതി, ഇൻ്റർവ്യൂ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബാഗ് ഞാൻ കാണിച്ചു തരാം, കേടായ ബാഗ്സ് കാണിച്ചു തരാമെന്ന്. എല്ലാം കേടായിട്ടൊന്നും ഇല്ല, എന്നാലും കുറേയേറെ ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാനതിൽ ഭയങ്കരമായിട്ട് ദുഃഖിക്കുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ ഇങ്ങനെ ഒരു ഹാങ്ങറിൽ ഇട്ടിച്ചിരിക്കുക കേട്ടോ, കാരണം എനിക്ക് സ്റ്റോറേജിന് സ്പേസ് ഇല്ല. ഉള്ള കബോർഡിൽ നമുക്ക് ഇപ്പോൾ സ്പേസ് കുറവുള്ളവരാണെങ്കിൽ കബോർഡിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് സ്റ്റോറേജിന് ഇനഫായിട്ടുള്ള സ്പേസ് ഇല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ അടുത്തത് ചെയ്യാം കേട്ടോ. ഞാൻ സംഭവങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഹാൻഡ് ബാഗ്സ് കാണിച്ചു തരാം. നമ്മൾ ഓരോ ഔട്ട്ഫിറ്റിനായിട്ട് ഇടാനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേഴ്സിലൊക്കെ കണ്ട് അങ്ങനെ പൂപ്പൽ വന്ന പോലെ, പക്ഷേ ഇത് കുഴപ്പമില്ല, ഇതങ്ങനെ ഡാമേജ് വരുന്ന ടൈപ്പല്ല. ഇത് യു എയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഇവിടത്തെ അല്ല, യു എയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ബാഗിന് വലിയ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു ബാഗ് ഭയങ്കരമായിട്ട് ഡാമേജ് ആയിരുന്നു. അത് ഇതൊരു ബ്രാൻഡഡ് ആണ് സംഭവം. പുൾ ആൻഡ് ബിയറിൻ്റെ നല്ല ഹാൻഡ് ബാഗാണ്. കുറച്ച് പ്രൈസിയാണ്, പക്ഷെ ഭയങ്കരമായിട്ട് ഡാമേജായി. കണ്ടോ, ഇതിൻ്റെ ആ ഒരു ലെതറൊക്കെ ഭയങ്കര സോഫ്റ്റ് ലെതർ ആയതുകൊണ്ട് ഇങ്ങനെ കണ്ട ഇതിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ തൊലി ഉരിഞ്ഞുരിഞ്ഞു പോരുന്നുണ്ട്. വൈറ്റിലായതുകൊണ്ട് ശരിക്കും അങ്ങനെ കാണുന്നുണ്ടാവില്ല. ഡാമേജ് ആയ ഭാഗങ്ങളൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ഡാമേജായി. ഇപ്പോൾ ഇങ്ങനത്തെ ബാഗൊക്കെ ഇനിയിപ്പോൾ എങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുകയെന്ന് വല്ലവർക്കും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണം. ബ്ലാക്ക് ഉണ്ടായിരുന്നു, അത് കാണിച്ചു തരാം. ഇതിലുള്ള ബാഗുകളിൽ ഒരുവിധം ഒക്കെ ഇങ്ങനെ ഓരോരോ ഡാമേജ് ഉണ്ട് കണ്ടോ. ഇതും അതെൻ്റെ ഒരുപാടൊന്നും ഇല്ല, ഇങ്ങനെ ജസ്റ്റ് കുറച്ച് കളേഴ്സ് ഉണ്ടെന്നുള്ളൂ. നമുക്ക് സ്റ്റൈൽ ചെയ്യുമ്പോഴൊക്കെ എന്തായാലും ഇത് യൂസ്ഫുൾ ആണ്. എനിക്ക് എന്തിനാണ് ഇത്രയധികം ബാഗ് വാങ്ങിച്ച് നശിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മുടെ വീഡിയോസിനൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ഓരോ സ്റ്റൈലിങ് വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ കണ്ടോ. ഇതിൻ്റെ ഇവിടുത്തെ സ്കിന്നൊക്കെ ഇങ്ങനെ പോയി, അതും ഭയങ്കര സാഡായി കണ്ടോ. ബാക്ക് സൈഡൊക്കെ കണ്ടോ. ഇതൊന്ന് തുടച്ചെടുത്ത വൃത്തിയാവും കേട്ടോ. ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ആ സ്റ്റോറേജ് സംഭവങ്ങളൊക്കെ വാങ്ങിയെടുത്ത് വെക്കണം. പിന്നെ ഈ ഒരു ബാഗിൻ്റെ ഇവിടെയൊക്കെ വിട്ടു കേട്ടോ. പക്ഷെ ഇതൊക്കെ ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇങ്ങനെ എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഞാൻ കാണിച്ച ബാഗ്സിൻ്റെ എല്ലാ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആമസോണിൽ ഇപ്പോൾ വമ്പൻ സെയിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ കാർട്ടിലിട്ട് വെക്കുക. വെറുതെ ഇട്ട് വെച്ചാൽ പോലെ വാങ്ങിക്കാൻ നോക്കുക. നല്ല ഓഫ് ഉണ്ട് കേട്ടോ. നമുക്ക് ഓഫ്ലൈനായിട്ട് വാങ്ങണേക്കാളും ലാഭത്തിന് സംഭവങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ടോപ്പിക് ആയിരുന്നു. നെക്സ്റ്റ് ടൈം കാണാം. ബൈ.